ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ കനത്ത പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ മുതൽ ആരംഭിക്കും. ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതോടെ കടവല്ലൂർ കൊള്ളഞ്ചേരി തോട്ടിലെ വെള്ളം താഴ്ന്നു. അടിമനത്താഴം, കൊള്ളഞ്ചേരി എന്നീ പാടശേഖരങ്ങളിലെ 100ഓളം ഏക്കർ നെൽകൃഷി ഉണക്കുഭീഷണിയിൽ. പീച്ചി ഡാമിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി വെള്ളം തുറന്നുവിട്ട് കനാൽ കവിഞ്ഞൊഴുകി. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് പരിസരത്തെ വീടുകൾ വെള്ളക്കെട്ടിലായി. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ കനത്ത പോളിംഗ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറായെങ്കിലും പിന്നീട് പരിഹരിച്ചു. തിരുവനന്തപുരം വഞ്ചിയൂരിൽ BJP CPM സംഘർഷം നടന്നു. 2 ബൂത്തുകളിൽ കള്ളവോട്ട് ചെയ്തുവെന്നാരോപിച്ചായിരുന്നു സംഘർഷം. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം എന്നീ 3 കോർപ്പറേഷനുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 39 മുനിസിപ്പാലിറ്റികൾ എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനമാകും. ഇന്ന് വൈകിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശം നടക്കും. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കൊട്ടിക്കലാശം ആവേശമാകും. LDF കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും UDF ജോസ് തിയേറ്ററിന് സമീപവും NDA രാഗം തിയേറ്റർ പരിസരത്തുമാണ് കൊട്ടിക്കലാശിക്കുക. വാദ്യമേളങ്ങളും പാട്ടും നൃത്തവുമായി കൊട്ടിക്കലാശം ആവേശമാണ്. സംഘർഷം ഒഴിവാക്കാൻ പോലീസ് കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ജില്ലയിലാകെ 111 തദ്ദേശ സ്ഥാപനങ്ങളിലായിട്ട് 2204 വാർഡുകളിലായിട്ട് 7208 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 3395 പുരുഷന്മാരും 3813 വനിതകളുമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലെ 27,36,817 വോട്ടർമാരാണ് നിലവിലുള്ളത്. അതിൽ 14,59,670 പേർ സ്ത്രീകളും 12,77,120 പേർ പുരുഷന്മാരുമാണ്. ഇതിൽ 54,204 പുതിയ വോട്ടർമാരാണ് ഈ വർഷം ഉള്ളത്. നമ്മുടെ ജില്ലയിൽ 27 പേർ ട്രാൻസ്ജെൻഡേഴ്സും 280 പ്രവാസി വോട്ടർമാരും ഈ ലിസ്റ്റിലുണ്ട്. ജില്ലയിൽ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 7208 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 3395 പുരുഷന്മാരും 3813 വനിതകളുമാണ്. 27,36,817 വോട്ടർമാരിൽ 14,59,670 സ്ത്രീകളും 12,77,120 പുരുഷന്മാരും 54,204 കന്നി വോട്ടർമാരും 27 ഭിന്നലിംഗക്കാരും 250 പ്രവാസി വോട്ടർമാരുമാണുള്ളത്. 15,753 പോളിംഗ് ഉദ്യോഗസ്ഥരെയും 4,757 പോലീസ് ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആകെ 3,252 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. പ്രശ്നബാധിത ബൂത്തുകളായി കണക്കാക്കിയ 81 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും പ്രത്യേക മോണിറ്ററിംഗും ഉണ്ടായിരിക്കും. 24 വോട്ടിംഗ് മെഷീൻ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും 24 സ്ട്രോങ് റൂമുകളും ഉണ്ട്. ബുധനാഴ്ച രാവിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് സമയം. വൈകിട്ട് 6 മണി വരെ വരിയിലുള്ള എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകും. ജില്ലയിലെ 25 വോട്ടിംഗ് കേന്ദ്രങ്ങളിലായി ഡിസംബർ 13 രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ്
റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ് നടക്കുക. ഡിസംബർ 11 ജില്ലയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് 12-ാം തീയതി ഡ്യൂട്ടി ലീവ് നൽകും. ഡിസംബർ 12 സ്ട്രോങ് റൂം, കൗണ്ടിംഗ് കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. ബുധനാഴ്ച രാവിലെ 6 മുതൽ 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിനമായ 13-നും ഡ്രൈ ഡേ ആയിരിക്കും. TCV തൃശൂർ. കടവല്ലൂർ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതോടെ കടവല്ലൂർ കൊള്ളഞ്ചേരി തോട്ടിലെ വെള്ളം താഴ്ന്നു. ജലസേചന മാർഗം തടസ്സപ്പെട്ടതോടെ അടിമനത്താഴം, കൊള്ളഞ്ചേരി എന്നീ പാടശേഖരങ്ങളിലെ 100ഓളം ഏക്കർ നെൽകൃഷി ഉണക്കുഭീഷണിയിലായി. തണുത്തറ തോട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം തടഞ്ഞു നിർത്തി ഒറ്റപ്പിലാവിലെയും ചാലിശ്ശേരിയിലെയും കൃഷിക്ക് ഉപയോഗിക്കാനാണ് മുട്ടിപ്പാലം തോട്ടിൽ ബണ്ട് നിർമ്മിച്ചത്. ഇവിടെയുണ്ടായിരുന്ന തടയണയും പാലവും പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയിരുന്നു. 2 കോടി രൂപയുടെ മുട്ടിപ്പാലം പദ്ധതിക്ക് തുടക്കമിട്ടെങ്കിലും പണി പാതി വഴിയിൽ നിർത്തി. തടയണ ഇല്ലാതായതോടെ മുട്ടിപ്പാലം തോട്ടിൽ വെള്ളം ശേഖരിക്കാൻ സാധിക്കാതെയായി. ഇതോടെ ആ ഭാഗത്തെ നെൽകൃഷിക്ക് ഉണക്കു ബാധിച്ചു. തുടർന്നാണ് താൽക്കാലിക ബണ്ട് സ്ഥാപിച്ചത്. അതിനുശേഷം തോടിന്റെ ഒരു വശത്ത് വെള്ളം തിങ്ങി നിറഞ്ഞിരുന്നു. തുടർന്ന് ബണ്ട് തകരാതിരിക്കാൻ കൂടുതൽ ഉയർത്തി. തോട്ടിലെ വെള്ളം പൂർണ്ണമായി തടഞ്ഞത് തണുത്തറ തോട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ആശ്രയിക്കുന്ന മറ്റു പാടശേഖരങ്ങൾക്ക് തിരിച്ചടിയായി. അടിമനത്താഴത്തെയും കൊള്ളഞ്ചേരിയിലെയും നെൽച്ചെടികൾ കതിരിടുന്ന സമയമായതിനാൽ ഇപ്പോൾ സമൃദ്ധമായി വെള്ളം എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ തോട്ടിലെ വെള്ളം താഴ്ന്നതോടെ കണ്ടങ്ങളിലേക്കുള്ള ഒഴുക്കു നിലച്ചു. 2-3 ദിവസം കൂടി ഈ അവസ്ഥ തുടർന്നാൽ നെൽച്ചെടികൾ ഉണങ്ങി നശിക്കുമെന്നാണ് ആശങ്ക. ബണ്ട് ഭാഗികമായി തുറന്ന് മറ്റു പാടശേഖരങ്ങളിലേക്ക് ആവശ്യത്തിന് വെള്ളമെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. പീച്ചി ഡാമിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി വെള്ളം തുറന്നുവിട്ട കനാൽ കവിഞ്ഞൊഴുകി കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് പരിസരത്ത് നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ്, ശിവപുരി റോഡ്, നോബൽ റോഡ് എന്നിവിടങ്ങളിലെ വീടുകളിലുള്ളവരാണ് ചുറ്റും വെള്ളം നിറഞ്ഞ് ദുരിതത്തിലായത്. സെപ്റ്റിക് ടാങ്കുകളിലെ ശുചിമുറി മലിനജലം കനാൽ കവിഞ്ഞൊഴുകിയെത്തിയ വെള്ളത്തോടൊപ്പം കലർന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മതില്, വീടിന്റെ ഭാഗങ്ങളൊക്കെ നനഞ്ഞ് കുതിർന്ന് വീഴുന്നു. കൃഷി ചെയ്യാനും പറ്റില്ല. നമ്മുടെ ഇവിടെയുള്ള എല്ലാ ചെടികളും ഇതന്നെ പ്രശ്നം. അല്ലാതെ നനഞ്ഞ് കേടാവുക ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങൾ പലരോടും സംസാരിച്ചു. പക്ഷെ ആരും ഇതിനെ ഒരു പരിഹാരമായിട്ട് കാണാനോ പരിഹാരം ചെയ്യാനോ വരുന്നില്ല. വീട്ടുമുറ്റത്തും പറമ്പിലും റോഡിലും വെള്ളം നിറഞ്ഞതിനാൽ വളർത്തുമൃഗങ്ങളെ പുറത്തിറക്കാനാകാത്ത സ്ഥിതിയാണ്. പറമ്പുകളിലെ കൃഷിയും മുറ്റത്തെ പൂച്ചെടികളും നശിക്കുമെന്ന അവസ്ഥയിലാണ്. ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ മതിലുകളും മറ്റും കുതിർന്നു വീഴുമോ, വീടുകളുടെ തറയ്ക്ക് ബലക്ഷയം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് വീട്ടുകാർ. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു വിടുമ്പോൾ വരുന്നൊരു വെള്ളക്കെട്ടാണ്. പക്ഷേ ഇവർ ഇങ്ങനെ കൃഷി ആവശ്യത്തിനായിട്ട് തുറന്നു വിടുമ്പോൾ കുറച്ച് ദിവസങ്ങൾ, ഒന്നോ രണ്ടോ ദിവസം തുറന്നു വിടുമ്പോൾ നമുക്കത്ര പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ ഇവരിങ്ങനെ കൂടുതൽ ദിവസമായിട്ട് തുറന്നു വിടുമ്പോൾ അവിടെ കനാലിൽ ഓരോ സാധനങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടും കനാല് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ വെള്ളം തടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവും. നമ്മുടെ ബിൽഡിങ്ങും ഒക്കെ ഇതിനകത്ത് വെള്ളത്തിനകത്ത് മുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിലുള്ള പെറ്റ്സിനെ പുറത്തേക്ക് ഇറക്കാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. ഇതൊരു 5 വർഷം കൊണ്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാടാണ്. പടവരാട് ഭാഗത്തുള്ള കൃഷിയിടങ്ങളിലേക്കാണ് നടത്തറ കാച്ചേരി ഭാഗത്തെ കനാൽ വഴി പീച്ചി വെള്ളം ഒഴുകിയെത്തുന്നത്. ശിവപുരി റോഡ് പരിസരത്ത് ഈ കനാൽ ഇരുവശത്തെയും ബണ്ടുകളുടെ ഉയരം കുറഞ്ഞ ഭാഗത്തുകൂടെയാണ് കവിഞ്ഞൊഴുകുന്നത്. ഇവിടെ ഉയരം കൂട്ടുകയും കനാലിലെ തടസ്സങ്ങൾ നീക്കി ഒഴുക്ക് സുഗമമാക്കുകയും ചെയ്ത് വെള്ളം കവിഞ്ഞൊഴുകുന്ന പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇടതുമുന്നണിയെ വെട്ടിലാക്കി PT കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള പീഡന കേസ്. തിരുവനന്തപുരത്ത് ചലച്ചിത്രമേളയുടെ സ്ക്രീനിങ്ങിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. CPM സഹയാത്രികനും മുൻ ഇടത് MLAയുമാണ് സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ്. 1 മാസം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം. തുടർന്ന് ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു. IFFK-യിൽ മലയാള സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനായിരുന്നു PT കുഞ്ഞുമുഹമ്മദ്. സമിതി അംഗമാണ് പരാതിക്കാരി. അതേസമയം പരാതിക്കാരി തെറ്റിദ്ധരിക്കപ്പെട്ടതാകാമെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്നും PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. പുതുക്കാട് ചുങ്കം റോഡിൽ KSEB സബ്സ്റ്റേഷന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. വരാക്കര സ്വദേശി മാപ്രാണത്തുകാരൻ വീട്ടിൽ ഹെൻറിക് റോയിക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. പുതുക്കാട് നിന്ന് ചുങ്കം ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്കിൽ മറ്റൊരു വാഹനത്തെ മറികടന്ന് അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണാണ് യുവാവിന് പരിക്കേറ്റത്. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്.
അപകടത്തിനിടയാക്കിയ ബൈക്ക് നിർത്താതെ പോയി. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. പോക്സോ കേസിൽ ഒളിവിലായിരുന്ന കലാമണ്ഡലം അധ്യാപകനെ ചെറുതുരുത്തി പോലീസ് ചെന്നൈയിൽ നിന്ന് പിടികൂടി. ദേശമംഗലം കൊല്ലൂർക്കാവിൽ കനകകുമാറാണ് അറസ്റ്റിലായത്. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച സംഭവത്തിൽ വിദ്യാർത്ഥിനികളും കലാമണ്ഡലം വൈസ് ചാൻസലറും ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. SI ജോളി സെബാസ്റ്റ്യൻ, വിനീത് മോൻ, ജയകൃഷ്ണൻ തുടങ്ങിയ സംഘമാണ് ചെന്നൈയിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചെറുതുരുത്തിയിൽ യുവാവിന്റെ കാറും പണവും കവർന്ന കേസിലെ 2 പ്രതികളെ കൂടി ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട ആളൂർ പതിയാരത്ത് പറമ്പിൽ സജി, ചെറുതുരുത്തി കല്ലടിക്കുന്നത്ത് വീട്ടിൽ അഷറഫ് എന്നിവരാണ് അറസ്റ്റിലായത്. നവംബർ 15-ന് കിള്ളിമംഗലം മണലാടി സ്വദേശി അബ്ദുൾ ഷംനാദിനെ ആക്രമിച്ച് പണവും കാറും കൈക്കലാക്കിയ കേസിലെ കൂട്ടുപ്രതികളാണ് ഇവർ. 1-ാം പ്രതി അടക്കമുള്ളവർ നേരത്തെ പിടിയിലായിരുന്നു. BJPയിൽ നിന്നും രാജിവെച്ച യുവനേതാവ് നടത്തിയ വെളിപ്പെടുത്തലിനെക്കുറിച്ച് പോലീസ് അന്വേഷണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് KSU ജില്ലാ സെക്രട്ടറിയായിരിക്കെ BJPയിൽ ചേർന്ന കൊടുങ്ങല്ലൂർ സ്വദേശി സച്ചിദാനന്ദനാണ് വാർത്താസമ്മേളനത്തിൽ BJP നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഹൈന്ദവ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു സച്ചിദാനന്ദന്റെ വെളിപ്പെടുത്തൽ. ഈ വിഷയങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതായും സച്ചിദാനന്ദൻ അറിയിച്ചിരുന്നു. ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദനിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഇതേസമയം സച്ചിദാനന്ദന്റെ ആരോപണം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് BJPയുടെ നിലപാട്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തയ്യൽ തൊഴിലാളികൾക്ക് പ്രസവാനുകൂല്യ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുക എന്നും വിരമിക്കൽ തുക വർദ്ധിപ്പിക്കുക എന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് സിൽസി വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TT ഫ്രാൻസിസ്, ട്രഷറർ വിജയ രാജൻ, ഏരിയ പ്രസിഡന്റ് TA ഫ്രാൻസിസ്, സെക്രട്ടറി ജൂലി വിൻസെന്റ്, ഷീന ജോസഫ് എന്നിവർ സംസാരിച്ചു. തീറ്ററപ്പായുടെ ഓർമ്മകൾക്ക് ഡിസംബർ 9-ന് 19 വയസ്സ്. 2006 ഡിസംബർ 9-നായിരുന്നു തീറ്ററപ്പായി എന്ന റപ്പായി ചേട്ടന്റെ മരണം. തൃശൂർ കിഴക്കുംപാട്ടുകര പയ്യനാടത്തെ വീട്ടിൽ കുര്യപ്പന്റെയും താണ്ടമ്മയുടെയും മകനായ റപ്പായി 67-ാം വയസ്സിലാണ് മരിച്ചത്. സാധാരണക്കാർക്ക് അസാധ്യമായ രീതിയിൽ ഭക്ഷണം കഴിച്ചിരുന്ന തീറ്ററപ്പായി തീറ്റ മത്സരങ്ങളിലൂടെയാണ് ശ്രദ്ധേയനായത്. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. തൃശൂർ കോർപ്പറേഷന്റെ 38-ാം ഡിവിഷൻ കോട്ടപ്പുറത്ത് മുന്നണികൾ കടുത്ത മത്സരത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ തിളങ്ങുകയാണ് കോട്ടപ്പുറം. ഇവിടെ മുന്നണികൾ എല്ലാവരും തന്നെ കടുത്ത പോരാട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ 38-ാം ഡിവിഷൻ കോട്ടപ്പുറത്താണ്. കോട്ടപ്പുറം 38-ാം ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിനോദ് കൃഷ്ണയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് മത്സരരംഗത്ത് ആദ്യമായിട്ടാണോ? മത്സരരംഗത്ത് ആദ്യമായിട്ടാണ്. എന്നാൽ 25 വർഷമായി ഈ കോട്ടപ്പുറം ഡിവിഷനിൽ BJP കാര്യങ്ങൾക്കായി വർക്ക് ചെയ്യുന്നു. പ്രചരണം എവിടെ വരെയാണ്? പ്രചരണം 4-ാം ഘട്ടം തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ എത്രത്തോളം ഉണ്ട് ഇതുവരെയുള്ള പ്രചരണത്തിൽ? വളരെ നല്ല സഹകരണമാണ്. അവർക്കറിയാം, എന്താ വെച്ചാൽ നമ്മൾ തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി, വളരെ സന്തോഷത്തോടെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. കോട്ടപ്പുറം 38-ാം ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന P ഹരിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് രാഷ്ട്രീയത്തോട്ടുള്ള ഒരു കടന്നുവരവ്? കുട്ടിക്കാലം തൊട്ട് തന്നെ കോട്ടപ്പുറത്ത് എല്ലാവിധ കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അതിൽ 18 വർഷമായിട്ട് ഞാൻ വീടുകളായിട്ട് കൂടുതൽ സമ്പർക്കമുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ ഞാനൊരു മിൽമയുടെ ഏജന്റാണ്. അപ്പോൾ കോട്ടപ്പുറത്തെ ഒട്ടുമിക്ക വീട്ടുകളുടെയും പ്രശ്നങ്ങൾ നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ.
കഴിഞ്ഞ 3 ടേമായിട്ട് ഇവിടെ കോൺഗ്രസ് BJP മാറി മാറി ഭരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ നാട്ടുകാരെ പോലെ തന്നെ എനിക്ക് നല്ലപോലെ അറിയണ കാരണം കൊണ്ടാണ് പാർട്ടി എന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? എത്രാമത്തെ ഘട്ടത്തിലോട്ടാണ് ഇപ്പോൾ? ഇപ്പോൾ ഞങ്ങൾ വീട് കയറി 3-4 റൗണ്ട് കഴിഞ്ഞു. അതിൻ്റെ കൂടെ ലിസ്റ്റ് കറക്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി സ്ലിപ്പ് കൊടുക്കണം. അപ്പോൾ ഒരു 5-6 ഘട്ടം എന്തായാലും വീടുകൾ നമ്മൾ എത്തും തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ? ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്കെട്ട്, നമ്മുടെ റോഡുകളുടെ അവസ്ഥ, സ്ട്രീറ്റ് ലൈറ്റ്, കുടിവെള്ളം. ആ വെള്ളത്തിൻ്റെ പ്രശ്നം ഇവിടുത്തെ ആദ്യം പരിഹരിക്കും. 38ാം ഡിവിഷൻ ഇപ്രാവശ്യം LDFന് തന്നെ എന്ന് ഉറപ്പിക്കാമോ? തീർച്ചയായിട്ടും തവണ ഇത് BJPയുടെ കയ്യിൽ നിന്ന് LDF തിരിച്ചു പിടിക്കുന്നില്ല, യാതൊരുവിധ സംശയവും വേണ്ട. കോട്ടപ്പുറം UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന K ഗിരീഷ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? വളരെ ഗംഭീരമായിട്ട് വളരെ നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാരുടെ ഭാഗത്തുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഇതെനിക്ക് കോട്ടപ്പുറം ഡിവിഷനിൽ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പഴയ കൗൺസിലറാണ്. അപ്പോൾ ഇവിടെ 38ാം ഡിവിഷനിൽ ഇപ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വികസന കാഴ്ചപ്പാടുകൾ? കോർപ്പറേഷനിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വളരെയധികം വർക്കുണ്ട്. റോഡുകളുടെ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തിൽ അതൊന്നും നടപ്പിലാക്കാണ്ട് വെറുതെ കാലം കളയുന്ന ഒരു 10 കൊല്ലമാണ് കഴിഞ്ഞു പോയത്. യുവതലമുറയ്ക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വികസന പദ്ധതികളുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഇതൊരു എന്താ പറയുക എഡ്യൂക്കേഷണൽ സിറ്റിയാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. ഇപ്പോൾ എയിംസ് ഇവിടെ വരണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഒരുമയോടെ നമ്മൾ പ്രവർത്തിച്ചാൽ എയിംസ് ഇവിടെ വരും. UDF സ്ഥാനാർത്ഥികളെല്ലാവരും വിജയിച്ചു വന്നാൽ നല്ലൊരു ഭരണം ഇവിടെ കാഴ്ചവെക്കാൻ പറ്റും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുറുകുമ്പോൾ കോട്ടപ്പുറത്ത് ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുവാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇനി കാത്തിരിക്കുന്നത് ജനവിധിക്ക് വേണ്ടി. കോട്ടപ്പുറത്തു നിന്നും സിബി പോട്ടോറിനൊപ്പം പ്രിയങ്ക, TCV. കുന്നംകുളത്ത് നഗരസഭ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് റാലി CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ EA ദിനമണി അധ്യക്ഷനായി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, MN സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അൺഎക്കണോമിക് ആണ്, ലാഭകരമല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിടത്തിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് രവീന്ദ്ര മാഷ് നേതൃത്വത്തിൽ പിണറായി സർക്കാർ കാഴ്ചവെച്ചത്. അത് കേരളത്തിലെ ആകെ സ്കൂളുകളെ എടുത്ത് ഞാൻ ഉദാഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. LDF മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പുതിയകാവിൽ നിന്ന് ആരംഭിച്ച റാലി മതിലകം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CK ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. മതിലകം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി EG സുരേന്ദ്രൻ, PH അമീർ, ET ടൈസൺ MLA, KV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പഴയന്നൂർ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. SHO KA മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. തിരുവിലാമല, പഴയന്നൂർ എന്നിവിടങ്ങളിൽ റൂട്ട് മാർച്ച് നടന്നു. SIമാരായ പൗലോസ്, സിദ്ദീഖ്, മധു തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF പെരിഞ്ഞനം പഞ്ചായത്ത് 6, 7, 10, 11 വാർഡുകളുടെ കുടുംബ സംഗമം DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് നസീർ പുഴങ്കരയില്ലത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി മൻസൂർ, വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ, UDF മണ്ഡലം ചെയർമാൻ സുധാകരൻ മണപ്പാട്ട്, ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി വിനീഷ് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KK വത്സരാജ്, CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF പ്രവർത്തകർക്ക് ആവേശം പകർന്ന് എളവള്ളിയിൽ തെരഞ്ഞെടുപ്പ് റാലി നടന്നു. പോൾ മാസ്റ്റർപടി സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ചിറ്റാറ്റുകര കിഴക്കേ തലയിൽ നടന്ന സമാപന യോഗം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് പ്രസാദ് പണിക്കൻ അധ്യക്ഷനായി. CC ശ്രീകുമാർ, കോൺഗ്രസ് നേതാക്കളായ ജിയോ ഫോക്സ്, CJ സ്റ്റാൻലി, വർഗീസ് മാനത്തിൽ, AD സാജു, പ്രസാദ് വാഗ തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂരിന്റെ നല്ല നാളേക്കായി UDF എന്ന മുദ്രാവാക്യവുമായി AICC സെക്രട്ടറി TN പ്രതാപന്റെ നേതൃത്വത്തിൽ വാക്ക് ഫോർ ഗുരുവായൂർ പദയാത്ര നടത്തി. സ്ഥാനാർത്ഥികളടക്കം പങ്കെടുത്ത പദയാത്ര മഞ്ജുലാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറെ നടയിൽ സമാപിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KP ഉദയൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, R രവികുമാർ, KPA റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. LDF കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. വെള്ളറക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. LDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സത്താർ നീണ്ടൂർ അധ്യക്ഷനായി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, CPM ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ, LDF പഞ്ചായത്ത് കൺവീനർ PS പ്രസാദ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, ഫ്രാൻസിസ് കൊള്ളന്നൂർ, CH ലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മണിഗ്രാം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശവിളക്ക് ആഘോഷം ഭക്തി നിർഭരമായി. കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. മണത്തല തത്വമസി സംഘം വിളക്കാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. അന്നദാനത്തിൽ നിരവധി ഭക്തർ പങ്കാളികളായി. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പ്രഭാകരൻ, സെക്രട്ടറി സദാനന്ദൻ താമരശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. പാടൂർ വാണിവിലാസം UP സ്കൂളിൽ ശതാബ്ദി വർഷത്തിന്റെ സ്മരണയ്ക്കായി നിർമ്മിക്കുന്ന പുതിയ പ്രവേശന കവാടത്തിന് തറക്കല്ലിട്ടു. പൊതുജന പങ്കാളിത്തത്തോടെ 5 ലക്ഷം രൂപ ചെലവിലാണ് മനോഹരമായ പ്രവേശന കവാടം നിർമ്മിക്കുന്നത്. സ്കൂൾ മാനേജർ ഡെന്നീസ് കണ്ണാത്ത് പ്രവേശന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ ബ്രിസ്റ്റോ മൈക്കിൾ, PTA പ്രസിഡന്റ് ഫിറോസ് കാലടിയിൽ, KR പോൾ, MS ശ്രീനിവാസൻ, രേഖ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഏനാകുളം വൃത്തിയാക്കിയ മൂവർ സംഘത്തെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഏനാമക്കൽ സ്വദേശികളായ തൈക്കാട്ടിൽ ജോസഫ് ആറ്റ്ലി, ലിജോ ചെറുവത്തൂർ, ജോസ് ചെറുവത്തൂർ എന്നിവരാണ് പുല്ലും ചണ്ടിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരേക്കർ വിസ്തൃതിയിലുള്ള ഏനാകുളം വൃത്തിയാക്കിയത്. ഇത് സംബന്ധിച്ച് TCV അടക്കമുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. കുളക്കടവിൽ ചേർന്ന ജനകീയ കൂട്ടായ്മ യോഗത്തിൽ റിട്ടയർഡ് അധ്യാപകനായ കൊച്ചുപോൾ കൊള്ളന്നൂർ അധ്യക്ഷനായിരുന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് 11ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ CA ജോൺസൺ, PV അഭിജിത്ത് എന്നിവരും അഭിനന്ദനങ്ങളുമായി കുളക്കടവിൽ എത്തിയിരുന്നു. KD ജോയ്, തോമസ് ജോസഫ്, CM പോൾസൺ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പെരിങ്ങനം കാരയിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കളം നടത്തി. അഷ്ടനാഗക്കളം, ആയില്യം പൂജ, നൂറും പാലും, നാഗപൂജ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി പ്രിൻസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KR അർജിത് രാമചന്ദ്രൻ, KK സുനിൽകുമാർ, KS ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,925 രൂപ, പവന് 95,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും.
സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ കനത്ത പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ മുതൽ ആരംഭിക്കും. ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതോടെ കടവല്ലൂർ കൊള്ളഞ്ചേരി തോട്ടിലെ വെള്ളം താഴ്ന്നു. അടിമനത്താഴം കൊള്ളഞ്ചേരി എന്നീ പാടശേഖരങ്ങളിലെ 100ഓളം ഏക്കർ നെൽകൃഷി ഉണക്കു ഭീഷണിയിൽ. പീച്ചി ഡാമിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി വെള്ളം തുറന്നുവിട്ട് കനാൽ കവിഞ്ഞൊഴുകി കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് പരിസരത്തെ വീടുകൾ വെള്ളക്കെട്ടിലായി. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.